വില്യം ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ ഭാഗം 3. അവിടെ വെച്ച് രാജാവിൻ്റെ പരിചാരകരിൽ ഒരാളെ കണ്ടുമുട്ടി. രാജാവ് പ്രകൃതിയുടെ ഭീകരതയുമായി മല്ലുടുകയാണെന്നും കൂടെ വിശ്വസ്തനായ വിദൂഷകൻ മാത്രമേയുള്ളൂവെന്നും അയാൾ കെന്റിനെ അറിയിച്ചു. വിദൂഷകൻ അപ്പോഴും രാജാവിനെ സന്തോഷിപ്പിക്കാൻ തക്ക ഫലിതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണത്രേ. വഴിയിൽ കണ്ടുമുട്ടിയ രാജാവിൻ്റെ ആ പരിചാരകനോട് കെന്റ് താൻ അയാളെ വിശ്വസിക്കുന്നതുകൊണ്ട് എന്ന മുഖവുരയോടെ ചില രഹസ്യങ്ങൾ പങ്കുവച്ചു. ഇപ്പോൾ അവിടെ കാണുന്ന പല ജോലിക്കാരും യഥാർത്ഥത്തിൽ ഫ്രാൻസിൻ്റെ ചാരന്മാരാണ്. അവർ എല്ലാം നിരീക്ഷിക്കുന്നു. അവിടുത്തെ ഓരോ ചലനവും ഒരു പ്രഭു മറ്റേയാൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളും രാജാവിനെതിരെ നടക്കുന്ന ഗൂഢാലോചനകളുമെല്ലാം അപ്പോൾ അവർ അറിയിക്കുന്നു. അതിലും പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിൽ നിന്ന് ഒരു സായുധ സൈന്യം എത്തിയിട്ടുണ്ട് എന്നതാണ്. പ്രധാന തുറമുഖങ്ങളിലെല്ലാം അവരുണ്ട്. അവർ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നതിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തനിക്ക് വേണ്ടി ഡോവറിലേക്ക് പോകണം. അവിടെ താങ്കളെ സ്വാഗതം ചെയ്യാൻ ആളുണ്ടാവും. രാജാവ് തൻ്റെ നന്ദിയില്ലാത്ത മക്കളിൽ നിന്ന് നേരിട്ട ക്രൂരമായ അവഗണനയുടെയും വേദനയുടെയും വിവരം അറിയിക്കണം. ഈ ചുമതല വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന വിവരം ഫ്രാൻസിലെത്തുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ പോവുക. രാജാവ് എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിനായി താനും പോവുകയാണ്. ഈ സമയത്തെല്ലാം ലിയർ രാജാവ് ആ കുറ്റിക്കാട്ടിൽ അലയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളകിമറിയുന്ന ഹൃദയത്തിലെ കൊടുങ്കാറ്റ് പുറത്തുള്ളതിനേക്കാൾ ശക്തമായിരുന്നു. ബാഹ്യമായതൊന്നും അദ്ദേഹത്തിനെ സ്പർശിക്കുന്നതായി തോന്നിയില്ല. വിദൂഷകന്റെ വാക്കുകൾ അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നില്ല. കൊടുങ്കാറ്റിനോടും ഇടിമിന്നലിനോടും ശക്തമായ മഴയോടും എല്ലാം നശിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. മഴയും ഇടിയും കൊടുങ്കാറ്റും തീയുമൊന്നും തൻ്റെ പെൺമക്കളല്ലല്ലോ. താൻ അവർക്ക് രാജ്യം പങ്കിട്ട് കൊടുത്തിട്ടില്ല. ബുദ്ധിയുള്ള ഒരാളും ഇത്തരമൊരു സാഹചര്യത്തിൽ വീടിന് പുറത്ത് കഴിയില്ലെന്നും ഏതു വിധത്തിലാണെങ്കിലും ഒരു മേൽക്കൂരയുടെ സംരക്ഷണത്തിൽ കഴിയുന്നതാണ് നല്ലതെന്നുമുള്ള വിദൂഷകന്റെ വാക്കുകളൊന്നും രാജാവിൻ്റെ ചെവിയിൽ കടന്നതേയില്ല. രാജാവിനെ അന്വേഷിച്ചു നടന്ന കെന്റ് ഒടുവിൽ അവരെ കണ്ടെത്തി. അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്ന ജീവികൾ പോലും ഇത്തരം ഒരു രാത്രി സഹിക്കില്ല. തൻ്റെ ജീവിതകാലത്തൊരിക്കൽ പോലും ഇത്ര ഭീതിദയമായ ഒരു ക്രൂര രാത്രി കണ്ടിട്ടുമില്ല, കെന്റ് സ്വയം പറഞ്ഞു. പക്ഷേ ആ ഭയങ്കരതകളെല്ലാം ലിയർ രാജാവിന് നന്മകളായി തോന്നുകയാണ് ചെയ്തത്. സ്വന്തം പാപങ്ങളെക്കാൾ പാപം അനുഭവിച്ച തനിക്ക് ഈ ഭീകരതകളെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും സമീപത്തുള്ള ഒരു ചെറ്റപ്പുരയിലേക്ക് രാജാവിനെ നയിക്കുന്നതിൽ കെന്റ് വിജയിച്ചു. അവർ ആ ചെറ്റപ്പുരയിൽ എത്തുന്നതിന് മുമ്പ് എഡ്ഗർ അവിടം സ്വന്തമാക്കിയിരുന്നു. എഡ്മണ്ടിൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട് ഒളിച്ചോടിയതാണ് അയാൾ. പിതാവായ ഗ്ലൗസസ്റ്റർ പ്രഭു അയാളെ വധിക്കും എന്ന് എഡ്മണ്ട് വിശ്വസിപ്പിച്ചിരുന്നു. ഒരു വിധത്തിൽ അത് സത്യവുമായിരുന്നു. കാരണം പിതാവിൻ്റെ സ്വത്തും പദവിയും തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ എഡ്ഗർ തന്നോട് ഗൂഢാലോചന നടത്തി എന്ന് എഡ്മണ്ട് ഗ്ലൗസസ്റ്ററിനെ പലവിധ തന്ത്രങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി. വാസ്തവത്തിൽ പിതാവിനെയും സഹോദരനെയും പരസ്പരം പോരടിപ്പിച്ച് ഒഴിവാക്കി എല്ലാം സ്വന്തമാക്കാൻ എഡ്മണ്ട് സമർത്ഥമായി മെനഞ്ഞെടുത്ത കഥകളായിരുന്നു അതൊക്കെ. ലിയർ രാജാവും കൂട്ടരും അവിടെ എത്തിയപ്പോൾ ചെറ്റപ്പുരയ്ക്കകത്ത് എഡ്ഗർ ഉണ്ടായിരുന്നു. അതൊരു പ്രേതാത്മാവാണെന്നായിരുന്നു വിദൂഷകന്റെ പക്ഷം. അലഞ്ഞു നടക്കുന്ന ഒരു ഭിക്ഷക്കാരനാണ് താനെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ എഡ്ഗറിന് ഒടുവിൽ കഴിഞ്ഞു. ടോം എന്ന ഭ്രാന്തൻ സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം പെൺമക്കൾക്ക് വീതിച്ചു കൊടുത്തുവോ എന്നായിരുന്നു ലിയർ രാജാവിന് ചോദിക്കാനുണ്ടായിരുന്നത്. തത്വചിന്തപരമായ കാര്യങ്ങളാണ് ആ ഭ്രാന്തൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ലിയർ ആ ഭ്രാന്തനെ ഒരു പണ്ഡിതനായി കരുതി. രാജാവിനെ അന്വേഷിച്ചു നടന്നിരുന്ന ഗ്ലൗസസ്റ്റർ പ്രഭുവും അവിടെ എത്തി. ലിയർ രാജാവിനെ അദ്ദേഹം തൻ്റെ കോട്ടയിലേക്ക് ക്ഷണിച്ചു. രാജാവിൻ്റെ പെൺമക്കളുടെ ഉത്തരവുകൾ പാലിച്ച് തൻ്റെ കടമയിൽ നിന്ന് മാറി നിൽക്കാൻ ഗ്ലൗസസ്റ്റർ തയ്യാറായിരുന്നില്ല. നല്ലവനായ കെന്റ് പ്രഭു ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം നാടുകടത്തപ്പെട്ടിരിക്കുന്നു. ലിയർ രാജാവ് ഭ്രാന്തനായി മാറിപ്പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള മക്കളുണ്ടായാൽ ആർക്കും ഭ്രാന്ത് പിടിക്കും. താനും ആ അവസ്ഥയിലാണ്. മകൻ സ്വത്തിനും അധികാരത്തിനും വേണ്ടി തൻ്റെ ജീവനെടുക്കാൻ നടക്കുന്നു. ലിയർ രാജാവിനോടൊപ്പമുള്ളവർ നാടുകടത്തപ്പെട്ട കെന്റ് പ്രഭുവും തൻ്റെ മകനുമാണെന്ന് അറിയാതെ ഗ്ലൗസസ്റ്റർ പറഞ്ഞു. രാജാവിനെയും മറ്റുള്ളവരെയും കൂട്ടി ഗ്ലൗസസ്റ്റർ കോട്ടയിലേക്ക് തിരിച്ചു. ഈ അവസരവും എഡ്മണ്ട് സ്വന്തം കാര്യസാധ്യത്തിനായിട്ടാണ് ഉപയോഗപ്പെടുത്തിയത്.
പിതാവായ ഗ്ലൗസസ്റ്റർ ലിയർ രാജാവിനെ കണ്ടുപിടിക്കാനും സഹായിക്കാനും പോയ വിവരം കോൺവാളിനെ അറിയിച്ചു. ഫ്രാൻസിലെ രാജാവുമായി അദ്ദേഹം രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് തെളിവും നൽകി. ഇതിനെല്ലാം ഗ്ലൗസസ്റ്റർ ശിക്ഷ അനുഭവിക്കും, കോൺവാൾ പ്രഭു പറഞ്ഞു. മാത്രമല്ല, എഡ്മണ്ടിനെ ഗ്ലൗസസ്റ്ററിലെ പ്രഭുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗ്ലൗസസ്റ്റർ എന്ന രാജ്യദ്രോഹിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. രാജാവിനെയും കൂടെയുള്ളവരെയും ഗ്ലൗസസ്റ്റർ പ്രഭു തൻ്റെ കോട്ടയ്ക്ക് സമീപമുള്ള ഒരു കളപ്പുരയിൽ എത്തിച്ചു. ഏതായാലും പുറത്തുള്ള കൊടുങ്കാറ്റിനേക്കാളും തണുപ്പിനേക്കാളും ഭേദമാണല്ലോ. പിന്നീട് രാജാവിനെ ഡോവറിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങളും ചെയ്തു. എഡ്ഗർ ഒഴികെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഗ്ലൗസസ്റ്റർ പ്രഭു ലിയർ രാജാവിനെയും കൂടെയുള്ളവരെയും ഡോവറിലേക്ക് രക്ഷപ്പെടുത്തിയ വിവരം ഓസ്വാൾഡ് കോൺവാളിനെ അറിയിച്ചു. ആ സമയം അവിടെ ഗോണറിലും റീഗനും ഉണ്ടായിരുന്നു. അയാളെ പിടികൂടി തൂക്കിക്കൊല്ലണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഗ്ലൗസസ്റ്ററിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ കോൺവാൾ പടയാളികളെ നിയോഗിച്ചു. ആതിഥേയനോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നറിയാമായിരുന്നിട്ടും അയാൾ ഉറപ്പിച്ചു. ഗ്ലൗസസ്റ്റർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അല്പസമയത്തിനകം പടയാളികൾ ഗ്ലൗസസ്റ്ററിനെ പിടികൂടി കൈകൾ പിറകെ കെട്ടി കൊണ്ടുവന്നു. ഫ്രാൻസ് സൈന്യവുമായി ഗൂഢാലോചന നടത്തിയതിനും ലിയർ രാജാവിനെ ഡോവറിലേക്ക് പോകാൻ സഹായിച്ചതിനും അവർ അദ്ദേഹത്തെ വിചാരണ ചെയ്തു. പക്ഷേ അതൊക്കെ ധീരമായി നേരിട്ട ഗ്ലൗസസ്റ്റർ ലിയർ രാജാവിൻ്റെ പെൺമക്കളുടെ നന്ദിയില്ലായ്മയെ അപഹസിച്ചു. തൻ്റെ വസതിയിൽ വന്ന് തന്നെ വിചാരണ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ദേഷ്യം കൊണ്ട് എല്ലാം മറന്ന കോൺവാൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഇതൊക്കെ കണ്ടുനിന്ന പടയാളികളിൽ ഒരാൾ കോൺവാളുമായി ഏറ്റുമുട്ടി അദ്ദേഹത്തെ മാരകമായി മുറിവേൽപ്പിച്ചു. റീഗൻ ആ പടയാളിയെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തി. അന്ധനായി തീർന്ന ഗ്ലൗസസ്റ്റർ തൻ്റെ മകൻ എഡ്മണ്ടിനെ സഹായത്തിനായി വിളിച്ചു. പക്ഷേ എഡ്മണ്ട് അവരെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഗോണറിലുമൊത്ത് അവരുടെ കൊട്ടാരത്തിലേക്ക് പോയി കഴിഞ്ഞു. എഡ്മണ്ട് തന്നെയാണ് ഗ്ലൗസസ്റ്ററിനെ ഒറ്റിക്കൊടുത്തത് എന്ന കാര്യം കോൺവാൾ പറഞ്ഞു കേട്ടപ്പോൾ ഗ്ലൗസസ്റ്ററിന് അത് വലിയൊരു ആഘാതമായി. ചതിയനായ എഡ്മണ്ടിനെ വിശ്വസിച്ച് എഡ്ഗറിനോട് താൻ അപരാധം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഗ്ലൗസസ്റ്റർ വിലപിച്ചു. അന്ധനായ അദ്ദേഹത്തെ അവർ കോട്ടയ്ക്ക് പുറത്താക്കി. കോൺവാളിന് പടയാളി ഏൽപ്പിച്ച മുറിവ് മാരകമായിരുന്നു. അയാൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. റീഗൻ അയാളെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി. അന്ധനായി സ്വന്തം കോട്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്ലൗസസ്റ്റർ പ്രഭുവിനെ സഹായിക്കാനായി അദ്ദേഹത്തിൻ്റെ വൃദ്ധനായ ഒരു കുടികിടപ്പുകാരൻ എങ്ങനെയോ അവിടെ എത്തിച്ചേർന്നു. തന്നെ സഹായിക്കുന്നത് അയാളെ അപകടത്തിലാക്കുമെന്നതിനാൽ ഒഴിഞ്ഞു മാറിപ്പോകാൻ ഗ്ലൗസസ്റ്റർ ഉപദേശിച്ചെങ്കിലും അയാൾ പിന്മാറിയില്ല. വഴി കാണാൻ കഴിയാത്ത അദ്ദേഹത്തെ എങ്ങനെ ഉപേക്ഷിക്കും? പോകാൻ വഴിയൊന്നുമില്ലാത്ത ആൾക്ക് വഴി കാണാൻ കണ്ണു വേണ്ടല്ലോ എന്നായിരുന്നു ഗ്ലൗസസ്റ്ററിൻ്റെ മറുപടി. അപ്പോഴേക്കും എഡ്ഗർ അവരെ കണ്ടുമുട്ടി. പിതാവിന് എന്തു സംഭവിച്ചു എന്നറിയുന്നതുവരെയെങ്കിലും തൻ്റെ പ്രച്ഛന്നവേഷം ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് എഡ്ഗർ തീരുമാനിച്ചു. മുമ്പ് ചെറ്റക്കുടിലിൽ വെച്ച് കണ്ട ഭ്രാന്തനായ ഭിക്ഷക്കാരനാണത് എന്ന് ഗ്ലൗസസ്റ്ററിന് മനസ്സിലായി. തന്നെ ഡോവറിലെത്തിക്കാൻ സഹായിക്കാമോ എന്ന് ഗ്ലൗസസ്റ്റർ അയാളോട് ചോദിച്ചു. ആ തുറമുഖ പട്ടണത്തിനടുത്ത് മലഞ്ചെരുവിൽ കിഴക്കാൻ തൂക്കായ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തിക്കണം. ഇനിയും ഒരു ഭ്രാന്തനായി അഭിനയിക്കാൻ പ്രയാസമാണ് എന്നറിഞ്ഞിട്ടും എഡ്ഗർ അഭിനയം തുടർന്നു. പിതാവിനെ ഡോവറിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. കോൺവാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗോണറിലും എഡ്മണ്ടും ആൽബനി ഡ്യൂക്കിൻ്റെ വസതിയിലെത്തി. ഫ്രാൻസിലെ സൈന്യം അവിടെ എത്തിയിട്ടുള്ള കാര്യം അറിയിക്കുന്നതിനായി ഓസ്വാൾഡ് അവർക്ക് മുന്നേ തന്നെ അവിടെ എത്തിയിരുന്നു. പക്ഷേ സാധാരണ ഒരു വിധേയനായി പെരുമാറുന്ന ഡ്യൂക്ക് ഇപ്പോൾ വിചിത്രമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നാണ് അയാളുടെ പക്ഷം. ഫ്രാൻസിലെ സൈന്യം എത്തി എന്ന് കേട്ടപ്പോൾ ചിരിച്ചു. ഗ്ലൗസസ്റ്ററിൻ്റെ വഞ്ചനയെക്കുറിച്ചും എഡ്മണ്ടിൻ്റെ കൂറിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ താൻ എല്ലാം തലകീഴായാണ് കാണുന്നത് എന്ന് അധിക്ഷേപിച്ചു. ദുർബലനായ ആൽബനിയേക്കാൾ തനിക്ക് യോജിക്കുന്നത് എഡ്മണ്ടാണ് എന്ന് ഗോണറിൽ കരുതി. അങ്ങനെയൊരു വാക്കും കൊടുത്ത് അവൾ എഡ്മണ്ടിനെ കോൺവാളിൻ്റെ അടുത്തേക്ക് അയച്ചു. അവിടെ യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടല്ലോ. ലിയർ രാജാവിൻ്റെ പെൺമക്കൾ ആ വൃദ്ധനോട് കാട്ടിയ ക്രൂരതയെ ന്യായീകരിക്കാൻ ആൽബനി ഡ്യൂക്കിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം അത് ഗോണറിലിനോട് തുറന്നു പറഞ്ഞു. ഇരുവരും തമ്മിൽ വഴക്കായി. ആ സമയത്ത് ഒരു ദൂതൻ കോൺവാൾ പ്രഭുവിൻ്റെ മരണവാർത്തയുമായി എത്തി. ഗ്ലൗസസ്റ്ററിൻ്റെ കണ്ണു പിഴുതെടുക്കുന്നത് കണ്ട് സഹിക്കാതെ ഒരു പടയാളി ഏൽപ്പിച്ച മുറിവാണ് മരണകാരണമെന്നും അറിയിച്ചു. ഗ്ലൗസസ്റ്ററിൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു എന്നതിൽ ആൽബനി ഏറെ ദുഃഖിച്ചു. കോൺവാൾ പ്രഭുവിൻ്റെ മരണം ഗോണറിലിനെ സന്തോഷിപ്പിച്ചു.
ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയാകാനുള്ള തൻ്റെ പദ്ധതിക്ക് ഇതും സഹായകമാകുമല്ലോ. എങ്കിലും ഭയക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. റീഗൻ ഇപ്പോൾ ഒരു വിധവയാണ്. അപ്പോൾ ഗ്ലൗസസ്റ്ററിലെ പ്രഭുവായി തീർന്ന എഡ്മണ്ടിനെ സ്വന്തമാക്കാൻ അവൾക്കാണ് കൂടുതൽ സാധ്യത. ലിയർ രാജാവിനെ കെന്റ് ഡോവാറിലെത്തിച്ചു. പക്ഷേ രാജാവിൻ്റെ മനോനില ആകെ തകർന്നിരുന്നു. എന്തിനാണ് ഡോവാറിലെത്തിയത് എന്നുപോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല.